എന്നാ നിങ്ങൾ നോക്കിയപ്പോ നാരിയത്ത് സലാത്തുമായി ബന്ധപ്പെട്ട വിവാദം അല്ലെ, നാരിയത്ത് സലാത്ത് കേരളത്തിലെ സമസ്തക്കാർ ചെല്ലുന്നത് അത് ശിർക്കൻ സലാത്ത് തന്നെയാണ്, നരകത്തിൽ പോകുന്ന സലാത്ത് തന്നെയാണ്. കാരണം എന്താ, റസൂലുള്ളാഹിനെ കൊണ്ടാണ് പ്രയാസം നീങ്ങുന്നത്, റസൂലുള്ളാഹിനെ കെട്ടിക്കൊടുക്കാൻ നയിക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ നാരിയത്ത് സലാത്ത് ചെല്ലുന്നത്. എന്നാൽ ആ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാള് ലബ്ബാദാരിമിയോട് ചോദിച്ചു, ഒരു ആൾക്ക് ആ വിശ്വാസമൊന്നുമില്ല, തെക്കൻ കേരളത്തിലൊക്കെ ഉണ്ട്, റസൂൽ കേൾക്കൊന്നും കാണുന്നൊന്നും വിശ്വസിക്കാത്ത മദ്ഹബിന്റെ പേരിൽ മാത്രം ഹനഫികളായി ജീവിക്കുന്ന ആളുകള് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അങ്ങനെയുള്ള ഒരാള് നാരിയത്ത് സലാത്ത് ചൊല്ലുകയാണ്, റസൂലുള്ളാഹിന്റെ സലാത്തും സലാമും പറഞ്ഞിട്ട് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, നബിയെ കൊണ്ട് കെട്ടിക്കൊടുക്കൽ അഴിയുന്നു, ഫതൻഫരിജു ബിഹിൽ ഖുർബ്, നബിയെ കൊണ്ട് പ്രയാസങ്ങൾ നീങ്ങുന്നു, നബിയെ കൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. നബി ആവശ്യം നിർവഹിക്കുന്നുമില്ല, നബി കെട്ടിക്കൊടുക്കയക്കുന്നുമില്ല, നബി പ്രയാസം നീക്കുന്നുമില്ല. കരീം, നബിയുടെ മുഖം കൊണ്ട് മഴയെ തേടപ്പെടാറുണ്ട്. നബി ചെറുതാകുമ്പോൾ അബ്ദുൽ മുത്തലിബ് കാബത്തിൽ പോയി കുട്ടിയെ മലത്തി പിടിച്ചിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, മഴ കിട്ടാറുണ്ട്. ഇത് മദ്ഹായിട്ട് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് ഈ വക വിശ്വാസങ്ങളൊന്നുമില്ലെങ്കിൽ അതിൽ ശിർക്ക് വരുമോ? ഒരാൾ ചോദിച്ചതാണ്. അയാൾ നാരിയത്ത് സലാത്ത്, ആ നാരിയത്ത് സലാത്ത് ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കിയതാണ്, അത് ഇത്ര വട്ടം ചൊല്ലിയ ഇന്ന മൂല്യമുണ്ട്, ഇന്ന ദിവസം ചൊല്ലിയ ഇന്ന ഖുർആൻ ആഴ്ചയിലാകും എന്നൊക്കെ വിശ്വാസത്തിലാണ്, തനിച്ച വിദഅത്താണ്. എന്നാൽ ആ വിശ്വാസത്തിൽ ആ വരികൾ മാത്രം ആൾ പറഞ്ഞാലോ? ഏതുപോലെ ഇപ്പൊ യായി പാടുന്ന പോലെ തന്നെ ജിന്നിനെയും മലക്കിനെയും വിളിച്ചു നേടിയ ശിർക്കാണ്. പക്ഷെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥനയുടെ ഉദ്ദേശമൊന്നും ഇല്ലാതെ പറഞ്ഞാലോ? ഇങ്ങനെയാണെങ്കിലോ ശിർക്ക് വരുന്നില്ല. അപ്പൊ യായ്പാടുള്ള ചർച്ച ചെയ്യുമ്പോഴാ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നത്. നമ്മൾ പറഞ്ഞു ശിർക്കാകുന്ന ഒരു വ്യാഖ്യാനത്തിനുണ്ട്, അത് നരകത്തിലേക്ക് പോകുന്ന സലാത്ത് തന്നെയാണ്, സമസ്തക്കാർ ചെല്ലുന്ന അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാള്, നാരിയത്ത് സലാത്ത് ഒരു പുണ്യകർമ്മമാണെന്ന് വിശ്വസിക്കാത്ത ഒരാൾ അങ്ങനെ പറഞ്ഞാലോ അതിൽ ശിർക്ക് വരൂല, ആ വരികളിൽ ശിർക്കില്ല. ഇത് പറഞ്ഞപ്പോ സുഹൃത്തുക്കളെ പല ആളുകളും വിവാദം ഉണ്ടാക്കി, പക്ഷെ നമ്മൾ നിന്നില്ല. പക്ഷെ ഇപ്പൊ എന്താ അറിയോ, ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ചു, സക്കരിയ സലാഹി ഇങ്ങനെ പറഞ്ഞല്ലോ, ലബ്ബാദാരിമി ഇങ്ങനെ പറഞ്ഞല്ലോ, ലബ്ബാദാരിമി പറഞ്ഞതും ശരിയാണ്, സക്കരിയ സലാഹി പറഞ്ഞതും ശരിയാണ് എന്ന് ന്യായീകരിച്ചു. ആര്? ഫൈസൽ മുസ്ലിയാർ ന്യായീകരിച്ചു. പക്ഷെ എന്താ ഉണ്ടായതറിയോ, ഇപ്പൊ മൂപ്പര് സംഘടനാ മുതലാളിമാർക്ക് വേണ്ടി അത് തിരുത്തി പറഞ്ഞു, അതിന്റെ വരികളിൽ തന്നെ ശിർക്കുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ പോന്നത് എന്തിനാ? കേന്ദ്ര തൗഹീദ് തിരുത്തി നട്ടാ നമ്മൾ പോന്നത്. അപ്പൊ ഇവരും തിരുത്തിയില്ലേ? ഇവരും തിരുത്തിയിലെ സുഹൃത്തുക്കളെ. അപ്പൊ ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ വിഷയം തൗഹീദൊന്നും അല്ല. തൗഹീദ് 2012 എന്ന് പറഞ്ഞു നമ്മള്. ഇപ്പെന്തായി? ഇപ്പൊ വിസ്ഡം തൗഹീദായി അല്ലേ? വിസ്ഡം തൗഹീദ് കഷ്ടം തൗഹീദാകാൻ പോവുകയാണ്. കാരണം ഫൈസൽ മുസ്ലിയാർ തൗബ ചെയ്യേണ്ടി വരും. അനസ് മുസ്ലിയാർ തൗബ ചെയ്തു. ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് കേന്ദ്രത്തിന്റെ ആളുകളെ ജാമ്യയിൽ പോയിട്ട് ആളുകളെ മുമ്പിലെത്തി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞ ആണുങ്ങളെ പോലെ മൂപ്പരവാദത്ത് പറഞ്ഞാൽ ഞാൻ തെറ്റ് തിരിച്ചുപോയി തൗഹീദിലേക്ക് എന്നാ മൂപ്പര് പറയുന്നത്. എന്നാ ഇയാളങ്ങനെ തൗബ ചെയ്യണ്ടേ? ഇയാൾ തൗബ ചെയ്യട്ടെ, ഒരു തൗബ സംഗമം തന്നെ നടത്തട്ടെ, ലജ്ജന കൂടിയിട്ട്. മുമ്പ് പറഞ്ഞു അതിന്റെ വരികളിൽ ശിർക്കില്ല. ആ മാത്രല്ല മധുകുദ്ദേശിച്ച് ചെല്ലിയ കൂലി കിട്ടും എന്ന് വരെ പറഞ്ഞു. മനസ്സ് തിരിച്ചത് KJ പറഞ്ഞിട്ടാണ്. ഇയാൾ ആര് പറഞ്ഞിട്ടാ എത്തിയത്? KJ ഞങ്ങൾ കായത്തോടി തന്നു, അതുകൊണ്ട് ഞാൻ തൗബ ചെയ്യുന്നു. ഇയാൾ തൗബയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് മുസ്ലിയാരങ്ങളൊന്ന് തൗബ ചെയ്യണം. നിങ്ങളിങ്ങനെ മുതലാളിമാർക്ക് കൊണ്ട്, സംഘടനാ മുതലാളിമാർക്ക് കൊണ്ട് വാദം മാറ്റിയാണെങ്കിൽ ഇയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി ഇവിടെ ഒന്നും പിടുത്തം കിട്ടിയില്ലെങ്കിൽ അയാളിനിപ്പോ വെറും തട്ടിയാല് സംഘടനാ മുതലാളിമാർക്ക് വേറെ ആളെ കിട്ടുമ്പോ ആദ്യം അമ്മലൊക്കെ മറക്കും, ഓലൊക്കെ തട്ടും. അങ്ങനെ തട്ടിയാൽ ഇയാൾ ചിലപ്പോ മറ്റിക്കന്നെ തിരിച്ചു പോകുമോ? എന്റെ വാപ്പ പറഞ്ഞാണ് ശരി, മുമ്പേ വാപ്പപ്പോഴും ഹൊറാബിയ, എന്റെ വാപ്പ പറഞ്ഞാണ് ശരി എന്നെനിക്ക് ബോധ്യം വന്നു എന്നിട്ട് അങ്ങോട്ട് പോകുമോ? നമ്മൾ പേടിക്കണം സുഹൃത്തുക്കളെ. നാട്ടുപ്രമാണിമാരും ജന്മിമാരും പറയുന്നതിനനുസരിച്ച് ദീന് തിരുത്തി പറഞ്ഞ മുസ്ലിയാക്കന്മാരിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തിയവരാ നമ്മള്. ഒരു പോലും നമ്മളിപ്പോ എന്താ വ്യത്യാസം? നാട്ടുപ്രമാണിമാർക്കും ജന്മിമാർക്കും വേണ്ടി ദീന് മാറ്റി പറയുന്ന മുസ്ലിയാക്കന്മാരെ പോലെ സംഘടനാ മുതലാളിമാർക്ക് വേണ്ടി ദീന് മാറ്റി പറയുന്ന മുസ്ലിയാക്കന്മാർ ഇപ്പോഴും നമ്മളെ കൂട്ടത്തിലുണ്ട് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ദീന് മറച്ചു വെച്ചിരുന്നവരാണ് മുസ്ലിയാക്കന്മാര് പണ്ട്.
അതിന് നമ്മൾ സമുദായത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടെന്നു. ഇപ്പൊ നമ്മൾ മറ്റൊരു തരത്തിൽ മറച്ചു വെക്കൽ, ഇന്ന് ജയിക്കാൻ പറയാൻ പാടില്ല, തീര് പറയാൻ പാടില്ല, അത് പറയരുത്, ഇത് പറയരുത്, അത് മൂടിയേക്കണം, ഇത് മൂടിയേക്കണം, പിന്നെന്താ നമ്മൾ അവർ തമ്മിൽ വ്യത്യാസം സുഹൃത്തുക്കളെ. അപ്പോ നമ്മൾ ഇതൊക്കെ സംഗതികൾ മനസ്സിലാക്കണം. മുസ്ലിയാക്കന്മാര് പണ്ട് തിരുത്തിയത് ജമ്മിമാർക്കും മുതലാളിമാർക്കും വേണ്ടി തിരിച്ച് അവരെ ഗതികേട് കൊണ്ടാ. 8ഉം 10ഉം കുട്ടികളുണ്ടാകും, ജീവിക്കാൻ പള്ളിയിൽ നിന്ന് കിട്ടണ അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ മുതലാളിമാർക്കനുസരിച്ച് 10 കൊടുക്കില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. എന്നാൽ ഇവരെന്തിനാ തിരുത്തുന്നത്? ഇവർക്ക് ജീവിക്കാൻ വയ്യായിട്ടല്ല, കൂടുതൽ സൗകര്യങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി, അംഗീകാരങ്ങൾക്ക് വേണ്ടി. അല്ലെങ്കിൽ പ്രസംഗിക്കാൻ നിന്ന ആളും മുന്നിലുണ്ടാവില്ല. എല്ലാവർക്കും ബേജാരിപ്പത് ആള് കുറയോ, മുന്നിൽ ആള് കുറയോ എന്നുള്ള പേടിയാണ്. പലർക്കും അറിയാം നമ്മൾ പറയുന്നത് ശരിയെന്ന്, അപ്പുറത്ത് നിൽക്കുന്ന ദേവാസമിതിയിൽപ്പെട്ട പലർക്കും അറിയാം. പക്ഷേ നല്ലത് ഇപ്പൊ അപ്പുറത്തേക്കലാണ്, ദുനിയാവിന് നല്ലത്. അങ്ങനെ നിന്നോട്ടെ, ഞങ്ങൾക്ക് ആളെ ആവശ്യമല്ല. ഇനിയിപ്പോ നിന്ന് ആരെങ്കിലും പോയാലും കുഴപ്പമില്ല. പക്ഷെ ഇതൊന്ന് ചില ആളുകളൊക്കെ തിരിച്ചു വന്നിട്ട് എന്റെ തിക്തമായ അനുഭവം ഉണ്ടായതറിയോ? ഷാജി തിരൂരങ്ങാടി തിരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, സക്കരിയ സലാഹിന്റെ ഒപ്പം കൂട്ടൊപ്പം നടന്നാൽ നമ്മളെ ദേവസ്ഥ നടക്കൂല, മൂപ്പരിഞ്ഞി പഠിക്കണം എന്നാ പറയുന്നത്. നമ്മക്ക് ഇനിയിപ്പോ പഠിക്കാൻ കഴിയുമോ? നമ്മൾ പണ്ട് പഠിച്ച മാലി മൗലൂദും അതൊക്കെ നമ്മളിങ്ങനെ വയലിറങ്ങി നടക്കുക, അതിപ്പോ അവിടെ നടക്കൂല എന്ന് പറഞ്ഞിട്ട് വാപ്പാനെ കൂട്ടിയിട്ട് ഫൈസൽ മുസ്ലിയാരെടുത്തേക്ക് ചെന്നു. ഞാൻ തിരിച്ചു വന്നു എന്നിട്ട് മുസ്ലിയാരെന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ 6 മാസം താഴെ തട്ട് പോയി പ്രവർത്തിക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി തരം താഴ്ത്തി മൂപ്പര് ബക്കറ്റും പോസ്റ്റർ ഒട്ടിക്കണം 6 മാസം, എന്നാലേ തിരിച്ചെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ആരാപ്പവരൊക്കെ എവിടെ വരൊക്കെ എത്തിയത്? ഈ രൂപത്തിൽ ആളുകൾ അവഹേളിക്കുന്നിടത്തൊക്കെ ഇവർ എന്തുകൊണ്ട് ഇവർക്ക് ഈ അഹങ്കാരം ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ വാസ്തവത്തിൽ എന്താ നരികള്, പൊതുസമൂഹത്തിന് വേണ്ടി ഇവിടെ പലതിലും മാറ്റം വരുത്തി.